إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സഹോദരനീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്നു യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 7 പേരെക്കുറിച്ചാണ് നാം ഇതുവരെയും സംസാരിച്ചത്. ഇനി 8ാമത്തെ സ്വഹാബിയെക്കുറിച്ചാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ 2 ആളുകളെ കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ 8ാമത്തെ ആള് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ഫിൽ ജന്ന. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹും സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റക്ക് 40 വർഷങ്ങൾക്ക് മുൻപാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആമിർ ബിൻ അബ്ദുല്ലാഹി ബിനുൽ ജറാഹ് എന്നാണ്. 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്, മുസ്ലിമാകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയാണ് അദ്ദേഹം ഈ മതത്തിലേക്ക് കടന്നു വരുന്നത്. 2 ഹിജറകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. മുസ്ലിങ്ങൾ 2ാമത് നടത്തിയ അബ്സീനിയയിലേക്കുള്ള പലായനത്തിലും പിന്നീട് മദീനയിലേക്ക് നടത്തിയ ഹിജറയിലും പങ്കെടുത്ത സ്വഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം
എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സ്വഹാബി കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഏറെ പ്രസിദ്ധമായ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിയുമാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തു റിദ്വാനിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് കാണാം, ലാ യദ്ഖുലുന്നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ. അന്ന് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് എന്നോട് ബൈഅത്ത് ചെയ്ത, അഥവാ ബൈഅത്ത് റിദ്വാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം പിടിച്ച് ബൈഅത്ത് ചെയ്ത ഒരാളും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബിമാരെ പ്രശംസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിലെ 118-ാമത്തെ വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഇത് യുബായിഊനക തഹ്ത അശ്ശജറ, അന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രവാചകരെ അങ്ങയോട് ബൈഅത്ത് ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പു നൽകുകയും ഒപ്പം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്ത സ്വഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ശരീരഘടന വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, അദ്ദേഹത്തിന് 2 മുൻപല്ലുകൾ ഇല്ലായിരുന്നു എന്ന. 2 മുൻപല്ലുകൾ അദ്ദേഹത്തിൻ്റെത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മുൻപല്ലുകൾ നഷ്ടപ്പെട്ടു പോയത്. ആ ചരിത്രം പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൻ്റെ രണാങ്കണത്തിലായിരിക്കെ പ്രവാചകനെ ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ നേരെ തൊടുത്തുവിട്ട ഒരു അമ്പ് സാധാരണ യുദ്ധക്കളത്തിൽ പടയങ്കിയോടൊപ്പം ധരിക്കുന്ന പടത്തൊപ്പിയിൽ പതിക്കുകയും അവിടെ ഉണ്ടായിരുന്ന 2 വട്ടക്കണ്ണികൾ, ആഴത്തിലുള്ള ആണികൾ തെറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആഴത്തിൽ പതിക്കുകയും അതങ്ങനെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നിന്നിങ്ങനെ ചോര വാർന്നൊലിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് ആ ആണി പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് കഴിയാതെ വരുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പ്രവാചകന്റെ മുഖത്ത് തറച്ചിരിക്കുന്ന ആ ആണി തൻ്റെ സ്വന്തം പല്ലുകൊണ്ട് കടിച്ചു പറിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പല്ലുപയോഗിക്കാനുള്ള ഒരു കാരണം തന്നെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖത്ത് നിന്ന് കൈകൊണ്ടാണ് ആണി പറിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ പ്രവാചകന്റെ മുഖത്ത് വിരൽ തട്ടി പ്രവാചകന് വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പല്ലുപയോഗിക്കുകയാണ് എങ്കിൽ പ്രവാചകന്റെ മുഖത്ത് തട്ടുക എൻ്റെ ചുണ്ടായിരിക്കും. അതുകൊണ്ട് നബിക്ക് വേദന അറിയില്ല, അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആണി അങ്ങ് പറിച്ചെടുക്കുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് പോയിട്ടുണ്ട്. എന്നാൽ ആ വേദന സഹിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം മറ്റേ ആണിയും പറിച്ചെടുക്കുകയും അങ്ങനെ 2 പല്ലുകൾ അദ്ദേഹത്തിൻ്റെത് നഷ്ടപ്പെട്ടു പോയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിമാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രയായിരുന്നുവെന്ന് ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നത്, നമ്മൾ സ്നേഹിക്കേണ്ടുന്നത് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്നേഹിക്കുവാനും ആ അധ്യാപനങ്ങളോട് ഇഷ്ടം വെക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ പ്രവാചക സ്നേഹം പൂർത്തിയാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ കഴിയും, വഅന്നഹു മൻ യഈശു മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ. ഇനി അങ്ങോട്ട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് വിശ്വാസികൾക്കിടയിൽ തന്നെ ധാരാളം വൈവിധ്യങ്ങൾ, വേറുകൃത്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇഖ്തിലാഫുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, കർമ്മങ്ങളിൽ, ആദർശത്തിൽ, അങ്ങനെ പല മേഖലകളിലും വിശ്വാസികൾക്കിടയിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും.
അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസുന്നത്തു അൽ ഖുലഫാ ഉർ റാഷിദീൻ, എൻ്റെ ഖുലഫാ ഉർ റാഷിദുകളുടെയും സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട്, ഏറ്റവും ബലിഷ്ഠമായ നമ്മുടെ ശരീരത്തിലെ പല്ലുകളിൽ ഒന്ന് അണപ്പല്ലാണ്, ആ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, കടിച്ചു പിടിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അത്രയേറെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കാണുമ്പോൾ, വിശ്വാസികൾക്കിടയിൽ തന്നെ വേർതിരിവുകൾ കാണുന്ന സമയത്ത് എന്ത് നിലപാടെടുക്കണം എന്നുള്ളിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, എന്താണോ പ്രവാചകന്റെ സുന്നത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ബോധ്യമാകുന്നത്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതായിരിക്കണം വിശ്വാസിയുടെ നിലപാട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതാണ്, കുനിയത്തും ലക്കബും ഉണ്ടാകും അവർക്ക് അവരുടെ പേരിന് പുറമേ എന്ന്. ഉബൈദ എന്ന് പറയുന്ന മകൻ്റെ പിതാവ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബൂ ഉബൈദ എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു ലക്കബ് ഉണ്ടായിരുന്നു, ഒരു അപരനാമം ഉണ്ടായിരുന്നു. അത് അമീനുൽ ഉമ്മ എന്നായിരുന്നു. അമീനുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ വിശ്വസ്തൻ എന്നാണ്. ഈ പേര് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചിരുന്നത്, മക്കയിലുള്ള ആളുകൾ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു, വിശ്വസ്തൻ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് അമീനുൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ വിശ്വസ്തൻ എന്ന പേര് നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീൻ, എല്ലാ സമുദായത്തിലും ഒരു അമീൻ ഉണ്ടാകും, ഒരു സത്യസന്ധനായ, ഒരു വിശ്വസ്തനായ മനുഷ്യനുണ്ടാകും. വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, എന്നാൽ എൻ്റെ സമുദായത്തിലെ അമീൻ, വിശ്വസ്തൻ എന്ന് പറയുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് വായിക്കാം. മറ്റൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ സമയത്ത്, മരണമാസന്നമാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് പിന്നാലെ ഖലീഫയായി ഒരാളെയും നിശ്ചയിക്കാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിനു പകരം 6 ആളുകളെ, ഇനി ആരായിരിക്കണം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഖലീഫയായി വരേണ്ടത് എന്ന് തീരുമാനിക്കാൻ 6 ആളുകൾ അടങ്ങുന്ന ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോകുന്നത്. എന്നാൽ ആ മരണത്തിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനം, ലൗകാന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് ഹയ്യൻ ലസ്തഖ്ലഫ്തുഹു, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഖിലാഫത്ത് നൽകുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഉബൈദ എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഈ ഖിലാഫത്ത് നൽകി പോകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നത്, ഫഇൻ സഅലനി റബ്ബി അൻഹു, എന്നിട്ട് ഞാൻ വഫാത്തായി മരണപ്പെട്ട് നാളെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴേക്ക് അള്ളാഹു എന്നോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അബൂ ഉബൈദയെ ഖലീഫയാക്കിയത് എന്ന് ചോദിച്ചാൽ, ഖുൽതു, ഞാനപ്പോൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ ഉദ്ദേശിച്ചിരുന്നത്, അസ്തഖ്ലിഫു അമീനുല്ലാഹി വ അമീനുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ അമീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളെയാണ് റബ്ബെ ഞാൻ ഈ ജനതയുടെ ഖലീഫയാക്കി പോയത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അമാനത്തിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനുൽ ഉമ്മ എന്ന് വിളിച്ചതുകൊണ്ട് നമുക്കെന്താണ് പ്രതിഫലം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കെന്താണ് അതുകൊണ്ട് ഗുണം? ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മളെ ആരെങ്കിലും ഒരാൾ അമീൻ എന്ന് വിളിക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പല വിധത്തിലുള്ള അമാനത്തുകൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ, പലപ്പോഴും പലരും ആലോചിക്കുന്നത്, എനിക്ക് പ്രത്യേകിച്ച് അമാനത്തുകളൊന്നും തന്നെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മേലെ വന്നു ചേർന്നിട്ടുള്ള ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഷഹാദത്ത് ചൊല്ലുന്നതിലൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മുടെ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാമെന്ന് പറയുന്ന കരാർ അതൊരു ഉത്തരവാദിത്തമായി, ഒരു അമാനത്തായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിനോട് എത്ര കണ്ട് നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഭൗതിക ലോകത്ത് നമുക്ക് വന്നു ചേരുന്ന പിതാവെന്ന് പറയുന്ന, മാതാവെന്ന് പറയുന്ന, മകൻ എന്ന് പറയുന്ന, ഭർത്താവെന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുന്ന, അധ്യാപകൻ എന്ന് പറയുന്ന, കച്ചവടക്കാരൻ എന്ന് പറയുന്ന പല വിധത്തിലുള്ള അമാനത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കെ ആ അമാനത്തുകളോട് എത്ര കണ്ട് സത്യസന്ധത പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അമാനത്തുകൾ ഉണ്ട്, ആ അമാനത്തുകൾ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആലോചന വരേണ്ടുന്നത്. അതിൻ്റെ ഗൗരവം എത്രയെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന്, വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല എന്നാ. പിന്നെ അവനെ അബൂബക്കർ എന്നോ ഉമർ എന്നോ മുഹമ്മദ് എന്നോ പേര് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവന് അമാനത്തില്ല എങ്കിൽ, സത്യസന്ധത എന്ന് പറയുന്ന കാര്യം, വിശ്വസ്തത എന്ന് പറയുന്ന ഗുണം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പിന്നെ അവന് ഈമാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ ഗൗരവമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ആ ഭാഗം സൂചിപ്പിച്ചത് സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം, ഇന്ന അറളിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. തീർച്ചയായും പ്രപഞ്ചത്തിലെ വലിയ ശക്തികളെ, വലിയ സൃഷ്ടികൾക്ക് മുന്നിൽ നാം ഈ അമാനത്തിനെ കൊണ്ടുവന്നു പ്രകടിപ്പിച്ചു, കൊണ്ടുവന്നു നിർത്തി. അത് ആകാശങ്ങളുടെയും മലകളുടെയും അതുപോലെ തന്നെ പിന്നെ ഭൂമിയുടെയും മുന്നിൽ അമാനത്തിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹ, എന്നാൽ അവരെല്ലാം ആ അമാനത്ത് സ്വീകരിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഷ്ഫഖ്ന മിൻഹ, അതിൽ നിന്ന് ഭയന്ന് പിന്മാറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. അമാനത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റെടുത്തതാണ്. മനുഷ്യന് അമാനത്ത് ഏറ്റെടുത്തതിന് ശേഷം ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ അതിനോട് അക്രമം പ്രവർത്തിക്കുകയും അത് നീതിപൂർവമായി അമാനത്തുകൾ നടത്താതിരിക്കുകയും എന്നിട്ട് അതിനോട് യാതൊരു വിധത്തിലുമുള്ള അറിവുമില്ലാത്ത വിധത്തിലുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന, നമ്മൾ ഏറ്റെടുക്കുന്ന അമാനത്തുകൾ അത് വിശ്വസ്തയോടുകൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഈ ചരിത്രം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിജ്റാനിൽ നിന്ന് ഒരു സംഘം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇബ്അസ് മഅനാ റജുലൻ അമീനൻ, പ്രവാചകരെ ഞങ്ങളുടെ കൂടെ അമീനായിട്ടുള്ള, നോക്കൂ നിങ്ങൾ, അവരും പറയുന്നത് ഇബ്അസ് മഅനാ റജുലൻ അമീനൻ, അമീനായ വിശ്വസ്തനായ ഒരാളെ ഞങ്ങളോടൊപ്പം അയക്കണം. വലാ തബ്അസ് മഅനാ ഇല്ലാ അമീനൻ, പ്രവാചകരെ അമീനല്ലാത്ത ഒരാളെ ഞങ്ങളുടെ കൂടെ അയക്കരുതിട്ടോ. എന്തിനാണ് അവർ ഒരാളെ അയക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ നാട്ടിൽ വരാനും ഈ മതത്തെ പരിചയപ്പെടുത്താനും ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും പ്രബോധനം ചെയ്യാനുമൊക്കെ ഒരാളെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നാണ് അവരുടെ ആവശ്യം. അവരാ ആവശ്യം പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്ന നിബന്ധന എന്ന് പറയുന്നത് ഞങ്ങളോടൊപ്പം അയക്കുന്ന ആൾ അമീനായിരിക്കണം. കാരണം അയാൾ പറയുന്ന ആദർശവും അയാളുടെ ജീവിതവും തമ്മിൽ ഒക്കണം. അത് രണ്ടും ഒരുപോലെ ഇരിക്കണം. ആദർശം ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും നടക്കുന്ന ആളായാൽ ഞങ്ങളുടെ ജനത അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം അയക്കുമ്പോൾ അമീനായിട്ടുള്ള ഒരാളെ അയക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെടുകയാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകരെ അങ്ങയുടെ സമീപനം ശരിയല്ല എങ്കിൽ, അങ്ങയുടെ നിലപാടുകൾ ശരിയല്ല എങ്കിൽ അങ്ങേക്ക് ചുറ്റും നിന്ന് ഇവർ വിട്ടകന്നു പോകും. എത്ര വലിയ വഹിയുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എത്ര അഷറഫുൽ ഖൽക്കാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങയുടെ സമീപനം ശരിയല്ല എങ്കിൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ, വലൗ കുൻത ഫദ്ദൻ
ഗലീദൽ ഖൽബ് ലംഫളൂ മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങാനങ്ങാനം ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റും നിന്ന് ആളുകൾ പോകും, പിന്തിരിഞ്ഞു പോകും. അപ്പോൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്നത് ഇൽമു മാത്രം പോരാ, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നേരെ മറിച്ച് അതിനോടൊപ്പം അമാനത്ത് കൂടി ഉണ്ടാവണം. വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകനോട് ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വഹാബിമാരൊക്കെ കാത്തിരിക്കുകയാണ്. ആരെ ആയിരിക്കും പ്രവാചകൻ നിശ്ചയിക്കുക എന്ന് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വരിയിൽ അല്പം പിന്നിലായിരുന്നു ഇരുന്നിരുന്നത്. ഞാൻ ഭയപ്പെട്ടത് മുന്നിലുള്ള ആളുകളുടെ പൊക്കം കാരണം എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാതെ പോകുമോ എന്നുള്ളത് കൊണ്ട് പ്രവാചകന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി അല്പമൊന്ന് തല ഉയർത്തിയൊക്കെ ഞാൻ ഇരുന്നു. എന്നെ കണ്ട് നബി എന്നെ അയക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖും യാ അബാ ഉബൈദ. അബൂ ഉബൈദ കൂട്ടത്തിലുണ്ടല്ലോ, അബൂ ഉബൈദ എഴുന്നേറ്റ് നിൽക്കണം. വഖാല ഹാദാ അമീനു ഹാദിഹിൽ ഉമ്മ. നിങ്ങൾ ആവശ്യപ്പെട്ട ഈ സമുദായത്തിലെ അമീൻ, വിശ്വസ്തനായ മനുഷ്യൻ അബൂ ഉബൈദയാണ് എന്ന് പറയുകയും അദ്ദേഹത്തെ നജ്റാനിൽ നിന്ന് വന്ന സംഘത്തിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്, നീ അമീനാണ് എന്ന്. പ്രവാചകൻ നൽകുന്ന ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ള ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമന്നൗ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹം പറഞ്ഞ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരാഗ്രഹം നിങ്ങളൊന്ന് പറയും. ഫഖാല റജുലൻ, അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, അതമന്ന ലൗ അന്ന ലി ഹാദിഹി ദാർ മംലൂഅതു ദഹബൻ. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ വീട് നിറയെ സ്വർണം ലഭിച്ചിരുന്നുവെങ്കിൽ. സാധാരണ മനുഷ്യന്മാരോടൊക്കെ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ നിറച്ച് സ്വർണം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ. ആ മനുഷ്യനും പറഞ്ഞത് അതാണ്, എനിക്ക് ഈ വീട് നിറയെ സ്വർണം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്നിട്ട് അദ്ദേഹം ബാക്കി എന്താണെന്നറിയോ? അംഫിഖ്ഹു ഫീ സബീലില്ലാ, അതെല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചേനെ. അപ്പോൾ ഒരു വീട് നിറയെ സ്വർണം കിട്ടുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തുമ്മക്കാൽ, പിന്നെയും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മറ്റൊരാളോട്, തമന്നൗ, നിന്റെ ആഗ്രഹം എന്താണ് എന്നൊന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കാല റജുലിൻ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അതമന്ന ലൗ അന്നഹാ മംലൂഅത്തുൻ ലുഅലുഅൻ വസബർജദൻ വജൗഹർ. ഈ വീട് നിറച്ച് മുത്തും പവിഴവും മരതകവും എല്ലാം നിറഞ്ഞു അമൂല്യമായ സമ്പത്ത് കൊണ്ട് ഈ വീട് നിറയുകയും അംഫിഖ്ഹു ഫീ സബീലില്ലാ, അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും തസദ്ദഖ്, എന്നിട്ട് അതെല്ലാം സ്വതക്ക ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹമാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ? ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതമന്ന ലൗ അന്ന ഹാദിഹി ദാർ മംലൂഅത്തുൻ റിജാലൻ മിസ്ല അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം ഈ വീട് നിറയെ അബൂ ഉബൈദയെ പോലെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്ന ഒരാഗ്രഹം. നോക്കൂ നിങ്ങൾ, നമുക്കൊരു വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടാണ് തോന്നുക. ഈ വീട് നിറച്ച് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തേ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന് ആവശ്യം ജീവിക്കുന്ന മാതൃകകളെയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് മുസ്ലിമാണ് എന്ന് വരച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മാതൃകകളെ, അവരെ കൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ പ്രബോധനം നിർവഹിക്കാൻ കഴിയും. എന്നാൽ അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു ആദർശ കൂട്ടായ്മയിൽ ഉയർന്നു വരേണ്ടുന്ന ആഗ്രഹവും ഇത് തന്നെ ആവണം. ആ ആദർശം നെഞ്ചേറ്റുന്ന, അത് ജീവിതമാക്കുന്ന ആളുകൾ ഉണ്ടാവണം. അവരെ ഇങ്ങനെ മുന്നിൽ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളത്, അതായിരിക്കണം ആഗ്രഹം. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയും ആലോചിക്കുകയും
ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? നമ്മുടെ മനസ്സിൽ ഒരാളുടെ പേരൊന്ന് ആലോചിക്കുക. അയാളെപ്പോലൊരു ഉള്ള ആളുകൾ ഒരു വീട് നിറച്ച് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മനസ്സിൽ വന്ന ഒരാൾ, അയാളെപ്പോലെ ഒരു വീട് നിറച്ച ആളുണ്ടായിരുന്നെങ്കിൽ പലരും ആലോചിക്കുക ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യെന്നാണ് അല്ലേ? ഭാര്യേനെയൊക്കെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഒന്നിനെ കൊണ്ട് തന്നെ പൊറുതിയിട്ട് നിൽക്കുകയാണ്. ഇത് ഒരു വീട് നിറച്ചുണ്ടായാൽ ഇതിനെ എങ്ങനെ പോറ്റാൻ കഴിയുക എന്നുള്ളതായിരിക്കും പലരും ആലോചിക്കുക. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കുക, എന്നെക്കുറിച്ച് വേറൊരുത്തൻ ഇങ്ങനെ ആലോചിക്കുമോ? എന്നെപ്പോലെ ഒരു 100 എണ്ണം അവന് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്, എന്താണ് നമ്മുടെ സ്ഥാനമെന്ന്, നമ്മുടെ അവസ്ഥയെന്ന് നമ്മൾ ആലോചിക്കണം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട്, പ്രശസ്തിയോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉള്ള ആളായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ യർമൂക്കിൽ മുസ്ലിങ്ങൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉടനെ അദ്ദേഹം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൻ്റെ സേനാധിപത്യ സ്ഥാനത്ത് നിന്നു മാറ്റി അവിടെ അബൂ ഉബൈദയെ നിശ്ചയിച്ചുകൊണ്ടുള്ള അപ്പോയിൻമെൻ്റ് ഓർഡറാണ് അയച്ചു കൊടുത്തത്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ കത്ത് കാണിച്ചില്ല, അദ്ദേഹം സ്ഥാനവും ഏറ്റെടുത്തില്ല. എന്നാൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് വിജയം നേടിയതിന് ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇർഹമുക്കല്ലാ യാ അബാ ഉബൈദ, അബൂ ഉബൈദ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. മാ മനഅക അൻ തുഖ്ബിറനി ഹീന ജാഅകൽ കിതാബ്, അമീറുൽ മുഅ്മിനീൻ്റെ കത്ത് നിന്റെ അടുക്കൽ വന്നപ്പോൾ ആ വിവരം എന്നെ അറിയിക്കാൻ എന്തേ നിന്നെ തടഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ വിജയമാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. വമാ സുൽത്താനു ദുനിയ നുരീദ്, ദുനിയാവിലെ സുൽത്താനിയത്തല്ല, അധികാരമല്ല എനിക്ക് പ്രിയമായിട്ടുള്ളത്. വലാലി ദുനിയ നിഅമൽ, ഈ ദുനിയാവിന് വേണ്ടിയുമല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. കുല്ലുനാ ഫില്ലാഹി ഇഖ്വാന, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏകോദര സഹോദരന്മാരല്ലേ, പിന്നെ എന്തിനാണ് അടിയന്തിരമായി ഞാൻ നിന്നെ മാറ്റി ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കേണ്ടുന്നത്? ഒരു കാര്യമില്ല. ഒരു പക്ഷേ ഇപ്പോഴും യർമൂക്ക് യുദ്ധത്തിൻ്റെ പടനായകൻ ആര് എന്ന് ചോദിച്ചാൽ ഖാലിദ് ബിൻ വലീദ് എന്ന് തന്നെയാണ് റളിയല്ലാഹു അൻഹു എന്ന് തന്നെ പറയാം. ആ സമയത്ത് അദ്ദേഹം ആ ഓർഡർ നടപ്പാക്കി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നെങ്കിലോ ചരിത്രത്തിൽ യർമൂക്ക് പറയുന്നിടത്തെല്ലാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പരാമർശിക്കപ്പെടുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നതിന് വേണ്ടിയാണോ അതല്ല ആളുകൾ കാണുകയും അവരുടെ ഇടയിൽ സ്ഥാനം നേടാനും വേണ്ടിയിട്ടുള്ളതാണോ എന്നതാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതത്തിൽ അങ്ങേയറ്റം സുഹൃദ് കാണിച്ചിരുന്ന, വിരക്തി കാണിച്ചിരുന്ന ആളായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരൊറ്റ സംഭവം മാത്രം ആ വിഷയത്തിൽ പറയണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദിസ് ഏറ്റെടുക്കാൻ ഇസ്ലാമിൻ്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ വരണം എന്നുള്ളത് അവിടെയുള്ള പുരോഹിതന്മാരുടെയും ആളുകളുടെയും ആവശ്യമായിരുന്നു. ആ ആവശ്യം മാനിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുന്നത്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഐന അഖി അബൂ ഉബൈദ, എൻ്റെ സഹോദരൻ അബൂ ഉബൈദ എവിടെ? ചുറ്റും നോക്കിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. എവിടെ എൻ്റെ സഹോദരൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞിട്ട്, അന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലെ ഭരണാധികാരിയാണ്, ഷാമിലെ ഗവർണറാണ്. ഷാം എന്ന് പറയുന്നത് അന്ന് ഈ ബൈത്തുൽ മുഖദ്ദിസ് അടങ്ങുന്ന ഇന്നത്തെ ഒരു ഭൂപ്രദേശം പറഞ്ഞാൽ
4ഉം 5ഉം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഭൂപ്രദേശമാണ് ഷ്യാം എന്ന് പറയുന്നത്. അതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഗവർണറായിട്ടുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നമുക്ക് വീട്ടിലേക്ക് പോകാം, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ തുരീദു ഇല്ലാ അൻ തുഅസ്സിറ ഐനക അലയ്യ. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് അവസ്ഥ കണ്ട് കരയാനല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ രണ്ടാളുകളും ചേർന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കയറിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഐന മതാഉക്, അല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എവിടെ, നിന്റെ വിഭവങ്ങളൊക്കെ എവിടെ? മാ അറാ ഇല്ലാ ലിബദൻ വസഹ്ഫതൻ വശന്നൻ. ഈ വീട്ടിൽ കയറിയിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന കുറച്ച് തുണിക്കഷ്ണങ്ങളും, വലിബദൻ വസഹ്ഫതൻ ചെറിയ ചില പാത്രങ്ങളും, വശന്നൻ വെള്ളം എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു പാത്രവുമല്ലാതെ വേറൊന്നും കാണുന്നില്ലല്ലോ. അൻത അമീർ, നീ ഈ ഷ്യാമിലെ അമീർ ആയിരിക്കെ ഇതൊന്നും അല്ലാതെ വേറൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എനിക്ക് കഴിക്കാൻ എന്താണ് തരാനുള്ളത് എന്ന. ഉമർ റളിയല്ലാഹു അൻഹു വലിയ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് ഷ്യാമിലെത്തിയത്. അതിനുശേഷം ഭക്ഷണം ചോദിക്കുകയാണ്. ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഫഖാമ അബൂ ഉബൈദ ഇല ജൗന, ഒരു തോൽപാത്രത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നിട്ട് ഫഅഖദ മിൻഹാ കുസൈറാത്ത്, അതിൽ കൈയിട്ട് അദ്ദേഹം കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട്, മുഴുവനുള്ള റൊട്ടിയല്ല, റൊട്ടിയുടെ ചില കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഫബക്ക ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കാരണം ഒരു ഗവർണറുടെ വീട്ടിലെ അവസ്ഥയാണിത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ഗയ്യറത്തിന ദുനിയ കുല്ലന ഗൈറക യാ അബാ ഉബൈദ, ഞങ്ങളെയൊക്കെ ദുനിയാവ് ചില മാറ്റങ്ങളൊക്കെ ഞങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. ഞങ്ങളിലൊക്കെ ദുനിയാവ് അധികാരം കിട്ടിയ സമയത്ത്, ഭരണമുണ്ടായ സമയത്ത് ചില മാറ്റങ്ങളൊക്കെ ഞങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മളൊന്ന് പിന്നോട്ട് പോയി ഓർക്കേണ്ടതാണ്, ആ മാറ്റം എന്തായിരുന്നുവെന്ന്. എന്നാൽ അബൂ ഉബൈദ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ അധികാരമുണ്ടായ സമയത്തും നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ നാട്ടിൽ ഒരാളെ ഒരു വാർഡ് മെമ്പർ ആയാൽ മതി, പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പക്ഷെ ഇവിടെ ഷ്യാം പോലെയുള്ള അതിസമ്പന്നമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഗവർണറുടെ വീട്ടിലുള്ളതാണ്. അത്രയേറെ ജീവിതത്തിൽ സുഹുദ് പാലിച്ചിരുന്ന ആളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിജറ 18-ാം വർഷം ഷ്യാമിൽ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ടാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെക്കാനും അത് നന്മയുടെ ചേർത്തുവെപ്പുകളാകുവാനും ആ നന്മ നമ്മുടെ ജീവിതത്തിൽ തുടർത്തുവാനും നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കുറേയേറെ മര്യാദകൾ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലക്ക് നാം പാലിക്കേണ്ടുന്ന ധാരാളം മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മര്യാദയാണ് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത്തൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്
ഭക്ഷണത്തിന് അനുവാദം ലഭിച്ചാലല്ലാതെ പ്രവേശിക്കരുത്. ഗൈറ നാദിരീന ഇനാഹു, ഭക്ഷണം പാകമായോ എന്ന് നോക്കി അവിടെ ഇരിക്കാൻ പാടില്ല. വലാക്കിൻ ഇദാ ദുഈതും ഫദ്ഖുലു, നിങ്ങളെ പ്രവാചകൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രവാചകൻ്റെ വീട്ടിലേക്ക് കയറാം. ഫൈദാ തുഇംതും ഫൻതശിറു, എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെട്ടാൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫൻതശിറു, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയിക്കൊള്ളണം. വലാ മുസ്തഅനിസീന ലി ഹദീസിൻ, നിങ്ങൾ കൊച്ചു വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കാൻ പാടില്ല. ഇന്ന ദാലിക്കും കാന യുഅ്ദിൻ നബി, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവമുള്ള, പ്രവാചകന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഫയസ്തഹി മിൻകും, നബിക്ക് അത് നിങ്ങളോട് പറയാൻ നാണവുമാണ്. നബിക്ക് ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പോകണം എന്ന് പറയാൻ നബിക്ക് മടിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വീട്ടിലിരിക്കരുത്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, എന്നാൽ അള്ളാഹുവിന് സത്യം പറയാൻ ഒരു മടിയില്ല. അള്ളാഹു അത് പറയുകയും ചെയ്യും, പറഞ്ഞു വെക്കുകയും ചെയ്തതാണ്. ഈ ഭാഗം സൂചിപ്പിക്കാനുള്ള കാര്യം, ഈ ആയത്ത് അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അതും കൂടി പറയുമ്പോഴാണ് നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദ്യം നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഒരു വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നേരം ഭക്ഷണത്തിനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ വർത്തമാനം പറഞ്ഞിരിക്കാൻ പാടില്ല എന്ന നിയമം അല്ലെങ്കിൽ മര്യാദ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയായിരുന്നു. ഈ മര്യാദ ഇതിനു മുമ്പ് അറിയുന്ന എത്ര ആളുകളുണ്ട് ഇങ്ങനൊരു കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്? പലപ്പോഴും കുറവായിരിക്കും. എന്നാൽ ഈ ആയത്ത് അവതരിച്ചത് എപ്പോഴാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈനബ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. അവർ പ്രവാചകനും സൈനബ റളിയല്ലാഹു അൻഹയും വീട്ടിലെത്തിയിട്ട് അന്ന് സ്വഹാബിമാരായ ചില ആളുകളെ ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്വഹാബിമാർ വീട്ടിൽ വന്നു, നബി ഭക്ഷണം അവർക്ക് കൊടുത്തു. ഇവരെന്നിട്ടും പോകുന്നില്ല. ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ പോകാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയി, വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ കുറേ ആളുകളൊക്കെ പോയി, 3 ആളുകൾ പിന്നെയും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നബിക്ക് ഭാര്യയോടൊപ്പം ജീവിക്കാൻ കഴിയണില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹത്തോടനുബന്ധിച്ച് ഇപ്പോൾ കണ്ടുവരുന്ന വളരെ മോശമായ ചില സമ്പ്രദായങ്ങളുണ്ട്. അതൊരു നാട്ടാചാരമായോ ഒരു തമാശയായോ ഒക്കെ ആളുകൾ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ വലിയ അപകടം എന്ത് എന്ന് ചോദിച്ചാൽ, ചെറുപ്പക്കാർ തുടങ്ങിയ സാധനം വലിയ മുതിർന്ന വല്യമ്മമാർ വരെ അതിൻ്റെ ഭാഗമായി കൊണ്ടേ ഇരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെയും ഭർത്താവിനെയും പുതിയ പെണ്ണിനെയും പുതിയാപ്ലയെയും എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നുള്ളതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകൾ. ഇപ്പോൾ കണ്ടുവരുന്നൊരു രീതി, അവർ കഴിയേണ്ടുന്ന, രാത്രി വസിക്കേണ്ടുന്ന റൂമിൽ കയറി എല്ലാവരും കൂടിയിരിക്കും. അവർ പോവില്ല. ഇവനൊന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ രാവിലെ ആവണം. വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന് ഇതിനാരെ കൂട്ടു നിൽക്കുന്നത്? മുതിർന്ന ആളുകൾ പോലും, ഇതിനെയൊക്കെ വിലക്കുകയും തടയുകയും ചെയ്യേണ്ട ആളുകൾ പോലും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന കാഴ്ചയാണ്. കൂട്ടു നിൽക്കുക എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്, അവരെ കൊണ്ടുവന്ന അടുക്കളയിൽ നിർത്തി വീട്ടിലുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളെല്ലാം അവരെ കൊണ്ടുണ്ടാക്കിക്കുകയാണ്. ഓരോരുത്തർ ആ സമയത്ത് ഓർഡർ കൊടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. ഓർഡർ കൊടുക്കുന്ന കൂട്ടത്തിൽ വിത്തൗട്ട് ചായ പറയുന്നത് വീട്ടിലെ വല്യമ്മയാണ്. ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത്, തെറ്റു പറയാൻ പാടില്ലല്ലോ, നമ്മൾ തന്നെയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ മര്യാദ പഠിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അതും നമ്മുടേത് തന്നെയാണ്. അള്ളാഹു കൃത്യമായി ഒരു മര്യാദ കർശനമായി പഠിപ്പിച്ചതിന് ശേഷവും നിങ്ങൾ വിവാഹത്തിനോ സൽക്കാരത്തിനോ ഒക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കേണ്ട മര്യാദ എന്തെന്നറിയോ? അത് കഴിഞ്ഞ ഉടനെ അവിടുന്ന് പോകണമെന്നാണ്. ഈ മര്യാദ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ ഇന്ന് വിവാഹ വീടുകളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്
വലിയ മര്യാദകേടുകളാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇത് കേട്ട് മനസ്സിലാക്കിയ സഹോദരന്മാരെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മര്യാദ കാണിക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയോട് നമ്മൾ കാണിക്കേണ്ടുന്ന ബാധ്യതയും മര്യാദയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ചില ആളുകൾ നമ്മളോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരനും സഹോദരിയും രോഗത്തെ തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നാഥൻ അവർ ഇരുവരുടെയും രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ എല്ലാം പ്രയാസങ്ങളെ നാഥൻ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതിനെ തുടർന്ന് ഈ ആഴ്ചയിലും വേദനയുണ്ടാക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ പള്ളിയിലെത്തിയത്. 4 കുട്ടികൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏറെ ശ്രദ്ധയോടുകൂടി നടന്ന കുട്ടികളായിരിക്കെ, നിയമങ്ങളെല്ലാം പാലിച്ച ആളുകളും ഒക്കെ ആയിരിക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നേക്കാം. ആ സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടികൾക്ക് നാഥൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക്, മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വേദന നാം സൂചിപ്പിച്ചതാണ്. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹോദരി സഹോദരന്മാർ, മക്കൾ, അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.